പ്രിയപ്പെട്ട ശ്രീമതി സജിത മഠത്ത്, ഫാത്തിമ മാം, ഷൈലൻ മുനവർക്ക, പോൾ സെബാസ്റ്റ്യൻ സാർ, സെലിം മഹീനി, സുഗതൻ സാർ, എൻ്റെ പ്രിയപ്പെട്ട സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സ്നേഹം. ഈ വേദിയിൽ ഞാൻ ഏറ്റവും അധികം ഓർക്കാൻ ഇഷ്ടപ്പെടുന്നത് ഒരു വ്യക്തി എൻ്റെ അച്ഛനാണ്. കാരണം ഞാനിന്ന് ഇവിടെ ഇരിക്കുന്നതിന് കാരണം അച്ഛനാണെന്ന് പറയുമ്പോൾ എനിക്ക് സങ്കടം വരും. കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നന്നായിട്ട് എഴുതാൻ താല്പര്യമൊന്നും ഇല്ലെങ്കിലും എന്നെ വളരെയധികം നിർബന്ധിച്ച് കഥാരചന, കവിതാരചന മത്സരങ്ങളിലൊക്കെ പങ്കെടുപ്പിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അച്ഛൻ. അച്ഛൻ അധ്യാപകനായിരുന്നു. അന്ന് അച്ഛനെ പേടിച്ചാണ് പലപ്പോഴും കഥകളും കവിതകളും ഒക്കെ എഴുതിയിരുന്നതും വായിച്ചിരുന്നതും ഒക്കെ. മാതൃഭൂമി ആഴ്ചപ്പതിപ്പൊക്കെ UP ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വീട്ടിൽ വരുത്തുന്നതാണ്. വാങ്ങുന്ന സമയത്ത് കഥകളും നോവലുകളും വായിപ്പിച്ച് അതിന്റെ ഒരു ചുരുക്കം എന്നെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിക്കും. പറഞ്ഞില്ലെങ്കിൽ അടി കിട്ടും. അപ്പൊ അത് കാരണം വായനാശീലം അത്രയും കൃത്യമായിട്ട് കൊണ്ടുവരാൻ അച്ഛൻ എത്രമാത്രം സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അച്ഛനെ പേടിച്ചിട്ടാണ് അന്ന് വായിച്ചിരുന്നത്, വായിക്കാനുള്ള ഇഷ്ടം കൊണ്ടല്ല. പിന്നീട് ആഴ്ചപ്പതിപ്പ് തിങ്കളാഴ്ച വരുന്നത് നോക്കിയിരിക്കുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറുകയും ലൈബ്രറികളിൽ നിന്ന് നിരന്തരമായി പുസ്തകങ്ങൾ എടുക്കുകയും എഴുത്ത് 10ാം ക്ലാസ് കഴിയുന്നതോടുകൂടി എഴുത്ത് അവിടെ നിർത്തി. കാരണം +2 എൻട്രൻസ് കോച്ചിങ് ഈ പറഞ്ഞതൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഡോക്ടർ ആവാനൊന്നും പറ്റിയില്ല, ഒരു അധ്യാപികയാണ് ആയത്. എങ്കിലും പഠിപ്പിക്കുന്ന സമയത്തും കൃത്യമായി പുസ്തകങ്ങൾ എടുത്ത് വായിക്കുകയും ആനുകാര്യങ്ങൾ വായിക്കുകയും കൃത്യമായി ചെയ്തിരുന്നു. അടുത്ത ഒരു 10 വർഷം മുന്നെയാണ് ഞാൻ എഴുതി തുടങ്ങുന്നത്. സജിത